Hello students, welcome to Venus Academy. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് വീറ്റോ അധികാരം, അതുപോലെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ആർക്കൊക്കെ വീറ്റോ അധികാരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വീറ്റോ അധികാരങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എന്താണ് ഈ വീറ്റോ അധികാരം അല്ലെങ്കിൽ വീറ്റോ പവർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമാണ്. എന്നാൽ ചില അവസരങ്ങളിൽ പാർലമെന്റ് പാസാക്കിയ ബില്ലിനെ തിരികെ അയക്കാനും ആ ബില്ലിനെ റദ്ദ് ചെയ്ത് കളയാനും അനിശ്ചിതകാലത്തേക്ക് ആ ബില്ലിനെ കൈവശം തന്നെ വെക്കാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇത്തരം അധികാരങ്ങളെയാണ് വീറ്റോ അധികാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ സഭ പാസാക്കിയ ബില്ലിനെ തിരികെ സഭയിലേക്ക് തന്നെ അയക്കാനും ആ ബില്ലിനെ റദ്ദ് ചെയ്ത് കളയാനും അനിശ്ചിതകാലത്തേക്ക് ആ ബില്ലിനെ കൈവശം വെക്കാനും ആർക്ക് അധികാരമുണ്ട്? രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഈ അധികാരങ്ങളെ വിളിക്കുന്ന പേരാണ് വീറ്റോ പവർ അല്ലെങ്കിൽ വീറ്റോ അധികാരം. ഇനി ഈ വീറ്റോ അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ 111 ആണ്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി വീറ്റോ അധികാരത്തെ പറ്റി മാത്രമല്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സഭ പാസാക്കിയ ബില്ലിനെ രാഷ്ട്രപതിക്ക് അംഗീകാരം നൽകാം, അല്ലെങ്കിൽ നിരസിക്കാം, അല്ലെങ്കിൽ തിരികെ അയക്കാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ 4 കാര്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, പാർലമെന്റ് പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഇത് നിയമമാകൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെ ആയിരിക്കും? ഈ ആർട്ടിക്കിൾ 111 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഓരോ വീറ്റോ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. 3 തരത്തിലുള്ള വീറ്റോ അധികാരങ്ങളാണ് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്: പോക്കറ്റ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ ആൻഡ് അബ്സല്യൂട്ട് വീറ്റോ. എന്താണ് പോക്കറ്റ് വീറ്റോ എന്ന് ചോദിച്ചാൽ, സഭ പാസാക്കിയ ബില്ലിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ അനിശ്ചിതകാലത്തേക്ക് ആ ബില്ലിനെ കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നു. അപ്പൊ സഭ മീൻസ് രാജ്യസഭയും ലോക്സഭയും കൂടെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ചു കൊടുക്കുകയാണ്. രാഷ്ട്രപതി ആ ബില്ലിന്മേൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റെസ്പോണ്ട് ചെയ്യാതെ ഒരു ആക്ഷനും എടുക്കാതെ അദ്ദേഹത്തിന്റെ കൈവശം തന്നെ വെക്കുകയാണ്. എത്ര കാലം ഇങ്ങനെ കൈവശം വെച്ചേക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ടൈം ലിമിറ്റ് ഇല്ല. അനിശ്ചിതകാലം ഈ ബില്ലിനെ ഹോൾഡ് ചെയ്യാൻ കഴിയും. ഈ അധികാരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്നുള്ളത്? പോക്കറ്റ് വീറ്റോ. ഇനി പോക്കറ്റ് വീറ്റോ ഇന്ത്യയിൽ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രാഷ്ട്രപതിമാർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതുവരെ ഒരു രാഷ്ട്രപതി മാത്രമേ പോക്കറ്റ് വീറ്റോ എന്ന അധികാരം ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ഏത് ബില്ലിന്മേലാണെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസ് അമെൻഡ്മെന്റ് ബില്ലിന്മേലാണ്. വർഷം 1986. അപ്പൊ പോക്കറ്റ് വീറ്റോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെച്ചുള്ള, ബില്ല് പ്രസിഡന്റിന് മുന്നിലോട്ട് വരുന്നു, ബില്ലിന്മേൽ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല, ബില്ലിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അനിശ്ചിതകാലത്തേക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയും. ഒരേ ഒരു പ്രസിഡന്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, ഗ്യാനി സെയിൽ സിംഗ് ആണ്. വർഷം 1986 ആണ്. ഏത് ബില്ലിന്മേലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് അമെൻഡ്മെന്റ് ബില്ലിന്മേലാണ്. ഇനി സസ്പെൻസീവ് വീറ്റോ എന്താണെന്ന് പരിശോധിക്കാം. അതായത് സഭ പാസാക്കിയ ബില്ലിനെ പുനഃപരിശോധിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതി ചില അവസരങ്ങളിൽ സഭയിലേക്ക് തന്നെ തിരികെ അയക്കാറുണ്ട്. ഇങ്ങനെ ബില്ലിനെ തിരികെ അയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെ എന്തെന്ന് പറയുന്നു? സസ്പെൻസീവ് വീറ്റോ. ക്ലിയർ ആണല്ലോ? പോക്കറ്റ് വീറ്റോയിൽ ഒരു അധികാരം ഉപയോഗിക്കുന്നില്ല, ഹോൾഡ് ചെയ്ത് വെക്കുന്നു. സസ്പെൻസീവ് വീറ്റോ എന്താണ്? പുനഃപരിശോധിക്കൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ബില്ലിനെ എന്ത് ചെയ്യുന്നു? സഭയിലേക്ക് തന്നെ തിരികെ അയക്കുന്നു. ഇതിന് എന്തെന്ന് പറയാം? സസ്പെൻസീവ് വീറ്റോ. ഇനി ഈ അധികാരം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ രാഷ്ട്രപതി ഒരു ബില്ലിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സഭ ഭേദഗതിയോടുകൂടിയോ അല്ലാതെയോ ഒന്നുകൂടി ആ ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് തന്നെ അയച്ചു കൊടുത്താൽ നിർബന്ധമായും രാഷ്ട്രപതി ആ ബില്ലിൽ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി സസ്പെൻസീവ് വീറ്റോ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. APJ അബ്ദുൽ കലാം ഈ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. വർഷം 2006 ആണ്. ബില്ല് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ പോക്കറ്റ് വീറ്റോ ഓക്കെയാണ്, സസ്പെൻസീവ് വീറ്റോയും ഓക്കെയാണ്. 3ാമത്തെ വീറ്റോ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? അതായത് സഭ പാസാക്കിയ ബില്ലിനെ റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്ട് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഈ അധികാരത്തെയാണ് നമ്മൾ അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. പോക്കറ്റ് വീറ്റോയിൽ എന്താ ചെയ്യുന്നത്? നോ ആക്ഷൻ, ഹോൾഡ് ചെയ്യുന്നു.
സസ്പെൻസീവ് വീറ്റോ എന്താണ്? റിട്ടേൺ ദ ബിൽ, തിരികെ അയക്കുന്നു. അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? ആ ബില്ലിനെ തന്നെ എന്ത് ചെയ്ത് കളയാണ്? റദ്ദ് ചെയ്ത് കളയുകയാണ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് വീറ്റോ അധികാരം. ഇനി അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഇതുവരെ 2 രാഷ്ട്രപതിമാർ ഉപയോഗിച്ചിട്ടുണ്ട്. രാജേന്ദ്ര പ്രസാദും ഉപയോഗിച്ചിട്ടുണ്ട്, ആർ വെങ്കട്ടരാമനും ഉപയോഗിച്ചിട്ടുണ്ട്. 54-ലാണ് രാജേന്ദ്ര പ്രസാദ് ഉപയോഗിക്കുന്നത്. 1991 ആർ വെങ്കട്ടരാമനും ഈ അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് വീറ്റോ അധികാരം പഠിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അധികാരം വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രമേ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ കഴിയൂ. എല്ലാ അവസരങ്ങളിലും രാഷ്ട്രപതിക്ക് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിച്ച് ഒരു ബില്ലിനെ റദ്ദ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഏതൊക്കെ അവസരങ്ങളിലാണ് രാഷ്ട്രപതിക്ക് അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് കൂടെ മനസ്സിലാക്കി വെച്ചുള്ള. ഒന്നാമതായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പ്രൈവറ്റ് മെമ്പർ പാസാക്കിയ ബില്ലിന്മേൽ ക്യാബിനറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് രാഷ്ട്രപതിക്ക് അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിക്കാം. എന്താണ്? ഒരു പ്രൈവറ്റ് ബില്ലിനെ ക്യാബിനറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്ത് കളയാം? റദ്ദ് ചെയ്ത് കളയാം. എന്താണ് പ്രൈവറ്റ് ബില്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിസ്റ്റർമാരല്ലാത്ത പാർലമെന്റിലെ മറ്റംഗങ്ങളെയാണ് നമ്മൾ പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവർ അവതരിപ്പിക്കുന്ന ബില്ലുകളെ എന്തെന്ന് പറയാറുണ്ട്? പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ എന്നും പറയാറുണ്ട്. ഈ ബില്ലുകളെ ക്യാബിനറ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് റദ്ദ് ചെയ്യാൻ ആർക്ക് കഴിയും? രാഷ്ട്രപതിക്ക് കഴിയും. രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാസാക്കിയ ബില്ല് അത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇലക്ഷൻ നടന്നത്. അപ്പോൾ ഇലക്ഷന് ശേഷം മറ്റൊരു ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് ആ ബില്ലിനെ റദ്ദ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആണല്ലോ? ആദ്യം പറഞ്ഞ കണ്ടീഷൻ എന്താണ്? പ്രൈവറ്റ് ബില്ലുകളെ ക്യാബിനറ്റിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റിന് റദ്ദ് ചെയ്യാം. രണ്ടാമതായിട്ട് എന്താണ് പറഞ്ഞത്? ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പാസാക്കി രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലിനെ അടുത്ത ഗവൺമെന്റ് അല്ലെങ്കിൽ മറ്റൊരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ റദ്ദ് ചെയ്ത് കളയാം. ഈ 2 അവസരങ്ങളിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയൂ. ക്ലിയർ ആണല്ലോ? 3 വീറ്റോ അധികാരങ്ങൾ. എന്താണ് പോക്കറ്റ് വീറ്റോ, എന്താണ് സസ്പെൻസീവ് വീറ്റോ, എന്താണ് അബ്സല്യൂട്ട് വീറ്റോ? ഈ അധികാരങ്ങൾ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? മറ്റ് ചില വസ്തുതകൾ കൂടെ ഈ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെച്ചോളാം. നമുക്കറിയാം സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓർഡിനറി ബില്ലുണ്ട്, മണി ബില്ലുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലുണ്ട്, ഫിനാൻസ് ബിൽ 1, 2 എന്നിങ്ങനെയൊക്കെ വേർതിരിച്ചിട്ടുണ്ട്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലുകൾക്ക് മേൽ യാതൊരു വീറ്റോ അധികാരവും രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ 3 വീറ്റോ അധികാരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബില്ലുകൾക്ക് മേൽ പ്രയോഗിക്കാനാണ് ഈ വീറ്റോ അധികാരം ഉള്ളത്. എന്നാൽ ഒരു ബില്ലിന്മേൽ യാതൊരു വീറ്റോ അധികാരങ്ങളും പ്രയോഗിക്കാൻ കഴിയില്ല. ഏതാണ് ആ വീറ്റോ അധികാരം എന്ന് ഏതാണ് ആ ബില്ല് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലാണ്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ എന്ത് ചെയ്യാൻ കഴിയില്ല? വീറ്റോ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മണി ബില്ലിനെ തിരികെ അയക്കാൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമില്ല. എന്താണ്? മണി ബില്ലാണ് സഭ പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തതെങ്കിലും രാഷ്ട്രപതി ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണമെന്നവിടെ പറയുന്നില്ല, എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ത് ചെയ്യരുത്? അതിനെ റിട്ടേൺ ചെയ്യരുത്, അല്ലെങ്കിൽ ആ ബില്ലിന്മേൽ സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ പാടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്ന്, ഡിസ്ക്രിഷണറി പവർ ഓഫ് പ്രസിഡന്റ്. എന്താണ് ഈ ഡിസ്ക്രിഷണറി പവർ അല്ലെങ്കിൽ വിവേചനാധികാരം എന്ന് ചോദിച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശമില്ലാതെ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രപതിയുടെ ചില പ്രവൃത്തികളുണ്ട് അല്ലെങ്കിൽ അധികാരങ്ങളുണ്ട്. ഇവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? രാഷ്ട്രപതിയുടെ വിവേചന അധികാരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും വീറ്റോ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീറ്റോ അധികാരം ഉപയോഗിക്കുക എന്നത് രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. പ്രസ്താവന ശരിയാണ്, പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഒരിക്കലും രാഷ്ട്രപതിയുടെ വിവേചനാധികാരമല്ല. പോക്കറ്റ് വീറ്റോയും സസ്പെൻസീവ് വീറ്റോയും രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താമെങ്കിലും അബ്സല്യൂട്ട് വീറ്റോ എന്തല്ല? വിവേചനാധികാരമല്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആരുടെ നിർദ്ദേശം ലഭിക്കണം? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടാണ് രാഷ്ട്രപതി ഏതധികാരം ഉപയോഗിക്കാറുള്ളത്? അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുള്ള അബ്സല്യൂട്ട് വീറ്റോ രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷണറി പവർ അല്ല. ഇനി
ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉപയോഗിക്കാത്ത ഒരു വീറ്റോ അധികാരമുണ്ട്. ക്വാളിഫൈഡ് വീറ്റോ എന്നാണ് അത് അറിയപ്പെടുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, ഇന്ത്യൻ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ഉപയോഗിക്കാത്ത വീറ്റോ അധികാരം താഴെ പറയുന്നവയിൽ ഏതാണ്? അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഉപയോഗിക്കാൻ കഴിയുന്നതും ഇന്ത്യൻ പ്രസിഡന്റിന് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ വീറ്റോ അധികാരം ഏതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ക്വാളിഫൈഡ് വീറ്റോയാണ്. എന്താണ് ക്വാളിഫൈഡ് വീറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് പറഞ്ഞ വീറ്റോ അധികാരങ്ങൾ പോലെ തന്നെ സഭ പാസാക്കിയ ബില്ലിനെ റദ്ദ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്താനുള്ള അധികാരത്തെ തന്നെയാണ് നമ്മൾ ക്വാളിഫൈഡ് വീറ്റോ എന്നും പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ക്വാളിഫൈഡ് വീറ്റോകളെ ഓവർകം ചെയ്യാൻ ലെജിസ്ലേച്ചറുകൾക്ക് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ഈ ക്വാളിഫൈഡ് വീറ്റോ അധികാരം ഉപയോഗിച്ച് ഒരു ബില്ലിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ സെനറ്റും ജനപ്രതിനിധി സഭയും കൂടെ 2/3 ഭൂരിപക്ഷത്തിൽ ആ ബില്ല് ഒന്നുകൂടി പാസ്സാക്കി കഴിഞ്ഞാൽ ഈ വീറ്റോ പവറിനെ എന്ത് ചെയ്യാൻ കഴിയും? ഓവർകം ചെയ്യാൻ കഴിയും. അതായത് ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു അധികാരമാണ് എന്ത് എന്ന് പറയുന്നത്? ക്വാളിഫൈഡ് വീറ്റോ. ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണമെന്നില്ല, കാരണം ഇന്ത്യയിൽ എന്ത് യൂസ് ചെയ്യുന്നില്ല? ക്വാളിഫൈഡ് വീറ്റോ ഉപയോഗിക്കുന്നില്ല. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ആർട്ടിക്കിളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ് ആ വീറ്റോ അധികാരങ്ങൾ? ഈ 3 വീറ്റോ അധികാരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതുവരെ ഏതൊക്കെ രാഷ്ട്രപതിമാർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്? ഇനി ഏതൊക്കെ ബില്ലുകൾക്ക് മേലാണ് ഇത് പ്രയോഗിക്കാൻ കഴിയുന്നത്, പ്രയോഗിക്കാൻ കഴിയാത്തത്? ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത വീറ്റോ അധികാരം ഏതാണ്? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഗവർണറുടെ വീറ്റോ അധികാരം എന്താണ്, ദെൻ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഗവർണറുടെ വീറ്റോ അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 200 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 200-ൽ ഗവർണർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വീറ്റോ അധികാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം നൽകാനും അവയെ തിരികെ അയക്കാനും ഹോൾഡ് ചെയ്യാനും രാഷ്ട്രപതിക്ക് കൈമാറാനും ഗവർണർക്ക് അധികാരമുണ്ട്. ക്ലിയർ ആണല്ലോ? 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം? ടു ഗീവ് അസെന്റ് അല്ലെങ്കിൽ പാസ് ദ ബിൽ, അംഗീകാരം നൽകാം. അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം? ഹോൾഡ് ചെയ്യാൻ കഴിയും, ദാറ്റ് മീൻസ് പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ പുനഃപരിശോധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേൺ ചെയ്യാൻ കഴിയും, സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയും. പിന്നീട് എന്തും ചെയ്യാൻ കഴിയും? രാഷ്ട്രപതിക്ക് ആ ബില്ലിനെ ഹാൻഡ് ഓവർ ചെയ്യാനും കഴിയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരവും ഗവർണറുടെ വീറ്റോ അധികാരവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം, രാഷ്ട്രപതിക്ക് അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഉപയോഗിച്ച് ഒരു ബില്ലിനെ റദ്ദ് ചെയ്യാൻ കഴിയും. എന്നാൽ സ്റ്റേറ്റിൽ ഗവർണർക്ക് അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കാൻ കഴിയില്ല. പകരം ആ ബില്ലിനെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പോക്കറ്റ് വീറ്റോയും സസ്പെൻസീവ് വീറ്റോയും ഗവർണർക്ക് ഉപയോഗിക്കാം. അബ്സല്യൂട്ട് വീറ്റോ അധികാരം ഗവർണർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ആ ബില്ലിനെ രാഷ്ട്രപതിക്ക് കൈമാറാൻ ആർക്ക് കഴിയും? ഗവർണർക്ക് അധികാരമുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മണി ബില്ലുകളെ എന്ത് ചെയ്യാൻ കഴിയില്ല? റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. അത് പ്രസിഡന്റിനാണെങ്കിലും സ്റ്റേറ്റിലെ ഗവർണർക്കാണെങ്കിലും ഒരിക്കലും മണി ബില്ലുകളുടെ മേൽ ഏത് അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല? സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി ഒരു ബില്ല്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് കൈമാറാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കി വെച്ചോളാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഈ പ്രസ്താവന എന്തായിരിക്കും? ശരിയായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസാക്കിയ ബില്ലിന്മേലും രാഷ്ട്രപതിക്ക് അദ്ദേഹത്തിന്റെ വീറ്റോ അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയും. ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 201-ലാണ്. ആർട്ടിക്കിൾ 200-ല് ആ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, വീറ്റോ പവറിനെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ ആ ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ കയ്യിലോട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് പിന്നെ ആ ബില്ലിന്മേൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പരാമർശിക്കുന്നത് എവിടെയാണ്? തൊട്ടടുത്ത ആർട്ടിക്കിൾ ആ 201-ലാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ആണ്. ഒന്നുകിൽ എന്ത് ചെയ്യാം? അംഗീകാരം നൽകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അതിവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഗവർണറോട് പറയാം ആ ബില്ലിനെ തിരിച്ച് സഭയിലേക്ക് തന്നെ അയക്കുക എന്ന്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം. സെൻട്രൽ ആണെങ്കിലും സ്റ്റേറ്റിലാണെങ്കിലും സസ്പെൻസീവ് വീറ്റോ അധികാരം ഉപയോഗിച്ച് ഒരു ബില്ലിനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ലിനെ ഒന്നുകൂടി പാസ്സാക്കി തിരികെ അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റും ഗവർണറും എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചോളാം. ഇനി ആർട്ടിക്കിൾ 201-ൽ പറയുകയാണ്, ഗവർണർ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ബില്ല് രാഷ്ട്രപതിക്ക് കൈമാറിയാൽ രാഷ്ട്രപതിക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം?
അംഗീകാരം നൽകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് ആ ബില്ലിനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഗവർണറോട് തന്നെ പറയാം ആ ബില്ലിനെ എന്ത് ചെയ്യുക, തിരിച്ചയച്ചു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും അധികാരങ്ങളാണ് വീറ്റോ പവർ എന്ന രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ബില്ലുകൾക്ക് മേലും രാഷ്ട്രപതിക്ക് ഏത് അധികാരം ഉപയോഗിക്കാൻ കഴിയും? വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയും. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് വീറ്റോ അധികാരം, ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ ആർക്കൊക്കെ ഈ അധികാരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, ഇനി ഇന്ത്യയിൽ ഉപയോഗിക്കാത്ത വീറ്റോ പവർ ഏതാണ്, രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വീറ്റോ അധികാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ രാഷ്ട്രപതിക്ക് ഏതൊക്കെ വീറ്റോ അധികാരങ്ങൾ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തുടർന്ന് വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു.